ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് ഇൻ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം. അപ്പോൾ ഈ ഓണം നമ്മൾ ഇപ്രാവശ്യം പാലക്കാട് സദ്യയുമായിട്ടാണ് കൂടുതലും നമ്മൾ പാലക്കാടിൻ്റെ രുചിയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ നാരായണൻകുട്ടി ചേട്ടനും ഉണ്ട്, പിന്നെ ശശികുമാറുണ്ട്. ഇവർ രണ്ടും നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, നെന്മാറ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള പാലക്കാട് ഡിഷസ് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തത് അവിയൽ. ഇപ്പോൾ പാലക്കാടിൻ്റെ അവിയൽ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ള അവിയൽ വളരെ ഫേമസ് ആണ്. വെള്ള അവിയൽ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ വെള്ള അവിയൽ പാലക്കാട് സൈഡിൽ? ഓക്കെ, വെള്ള അവിയൽ ട്രിവാൻഡ്രം ആൾക്കാർക്കൊന്നും സങ്കല്പിക്കാനേ പറ്റില്ല വെള്ള അവിയൽ എങ്ങനെയാണ്. നമുക്ക് മഞ്ഞ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓറഞ്ച് കളർ മാറും, പക്ഷേ എന്നാലും ട്രഡീഷണലി പറഞ്ഞാൽ പാലക്കാട് വൈറ്റ് അല്ലേ, വെള്ള അല്ലേ. അപ്പോൾ അപ്പോൾ അതിന് പച്ചക്കറിയിലും ഉണ്ട് വ്യത്യാസം ചേർക്കുന്നതിൽ. പച്ച ഏത്തക്ക ചേർക്കില്ല എന്നാണ് പറയുന്നത്. ചേനയുണ്ട്, മറ്റേ കുമ്പളങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, പടവലങ്ങയുണ്ട്, മുരിങ്ങയൊക്കെയുണ്ട്, പിന്നെ അമരപ്പയർ, എന്താ പറയുക, നിങ്ങൾ കൊത്തവര എന്ന് പറയാം, നമ്മളവിടെ അമരക്ക എന്ന് പറയും, കൊത്തവര. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അരിഞ്ഞ് വെച്ചാൽ. എല്ലാം കട്ടിങ്ങൊക്കെ സെയിമാണ്. ആദ്യം ഇത് വേവിക്കും, വെള്ളവും തൈരും കൂടി ചേർത്ത് അല്ല, വെള്ളം ഒഴിച്ച് വേവിക്കും ആദ്യം. തൈരാണ് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ തേങ്ങയും പച്ചമുളകും കൂടി അരച്ചിട്ട് കൊണ്ടുവരും. അതാണ് അതിൻ്റെ അരപ്പ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തുടങ്ങാം അല്ലേ. വെള്ളം ഒഴിക്കുന്നു, പച്ചക്കറി വേകാനുള്ള വെള്ളം, ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓൾ വെജിറ്റബിൾസ് ഇതൊക്കെ ഏകദേശ കണക്കെന്ന് പറഞ്ഞാൽ ഒരു എത്ര മുരിങ്ങയ്ക്ക എടുത്തു? ഒരു മുരിങ്ങയ്ക്കാണോ? ഒരു മുരിങ്ങയ്ക്ക, ഒരു കഷ്ണം ചേന, പിന്നെ ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു കഷ്ണം ഒരു ക്യാരറ്റുണ്ടോ? ഒരു ക്യാരറ്റുണ്ട്, ഒരു കുമ്പളങ്ങ ഒരു പീസ്, പിന്നെ പടവലങ്ങയുടെ ഒരു പീസ്. അത് ഏകദേശം ഒരു കണക്ക് വെച്ചാൽ മതി. എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്തത് ഇതുപോലൊരു ബൗൾ നിറച്ചുണ്ടായിരുന്നു. ഒരു 10 മുതൽ 15 പേർക്ക് വരെ കഴിക്കാം, 10 to 15 പീപ്പിൾ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാമല്ലോ. അതാണ് ഒരളവ്. ഇതുപോലത്തെ ഒരു ബൗൾ നിറച്ച്. അപ്പോൾ ചെറിയ ചെറിയ കപ്പളവ് പറയാനാണെങ്കിൽ 1, 2, 3 ഒരു 4-5 കപ്പോളം വരും വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട്. 240 ആണെങ്കിൽ 240 ml. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും വെജിറ്റബിൾസ് വേകാനിട്ടു. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുത്താലോ. ഓക്കെ, അരപ്പും കൂടി റെഡിയാക്കാം. തേങ്ങ ചിരകി അതിനകത്ത് പച്ചമുളക്. എത്ര പച്ചമുളക് ചേർക്കും? ഇത്രയ്ക്ക് 10 പച്ചമുളകും. തേങ്ങ ഒരു ഫുൾ തേങ്ങ എടുക്കുമോ? ഒന്നിൻ്റെ പകുതി. ഒരു വലിയ തേങ്ങയാണെങ്കിൽ 1 മതിയാ? 3/4. ഓക്കെ, നമുക്ക് ഏകദേശം നോക്കാം ചിരകി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി അവിയലിൻ്റെ കഷ്ണങ്ങൾ ഏതാണ്ട് വേകാറായി. അത് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റും. കാര്യം അല്ലെങ്കിൽ ആ വെള്ളത്തിലൊരു പച്ച ചുവയൊക്കെ വരും എന്നാണ് പറയുന്നത്. ആ വെജിറ്റബിൾസിൻ്റെ ഒരു വേണ്ടാത്തൊരു കൂത്തൽ. നമുക്ക് ന്യൂട്രിറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ അത് ശരിയല്ല, പക്ഷേ രുചിയുടെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അതിൽ തേങ്ങ ഇതിപ്പോൾ 2 കപ്പ് നിറച്ചുണ്ടാവും, കുമിച്ചെടുത്തിട്ടുണ്ടാവാം. ഒരു ചെറിയതാണെങ്കിൽ 1, വലുതാണെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം എടുക്കുന്നു. പിന്നെ ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്ടിട്ട് അരച്ച്. എത്ര അരയ്ക്കും? എത്രത്തോളം? അവിയലിൻ്റെ അരപ്പ് തന്നെ 8 പച്ചമുളകും കൂടി ചേർത്ത്, വലിയ പച്ചമുളക് അല്ലെങ്കിൽ 10 8 മുതൽ 10. എന്നിട്ട് ഒരു അവിയൽ പാകത്തിന് തന്നെയല്ലേ അരയ്ക്കുന്നത്? നന്നായി തരിതരിപ്പായിട്ട് അരച്ചിട്ട് കൊണ്ടുവരും. ഓക്കെ, ഇതിപ്പോൾ 8 ഈ മീഡിയം ആൻഡ് വലുത്, 9 ഒരു കുഞ്ഞത്. അപ്പോൾ വെജിറ്റബിൾസ് ഏതാണ്ടായി കേട്ടോ. ഇതിനെ ഊറ്റി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റും. പാത്രത്തിൽ വെള്ളം പാടില്ല. ഈ സെയിം ഉരുളിയിലേക്ക് തന്നെയാണ് ഈ വെജിറ്റബിൾസ് തിരിച്ചിടാൻ പോണേ. ഇനി ഇത് തിരിച്ചിടുന്നു. കൂടുതലുള്ള വെള്ളമൊക്കെ മാറ്റി ഇനിയാണ് ബാക്കി പരിപാടികൾ. ഒരു വേഗ് ബാക്കിയുണ്ട്, ഒരു 3/4 വേഗം ആയിട്ടുള്ളൂ. ഇനി അരപ്പ് കൊണ്ടുവരാം അല്ലേ. ഇനി തൈരും കൂടി ഒഴിച്ചിട്ട് അതിലൊരു വേഗ്. അരക്കപ്പിൽ കൂടുതലുണ്ട്, കുറച്ച് തൈര് ഒഴിച്ചു. ഇനി ഉപ്പും കൂടി, കല്ലുപ്പാണ് ഇടുന്നത്. ഓക്കെ, കല്ലുപ്പ് ഇത്ര വേണോ? ലാവിഷ് ഉപ്പ്. അപ്പോൾ തൈര് ഏകദേശം ഒരു
അര കപ്പിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ്. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പ് വരെ ഒഴിക്കാൻ തോന്നുന്നു അല്ലേ. ഇതൊരു 1/2 മുതൽ 3/4 കപ്പ് തൈര് വരെ ആകാം അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ. ഓക്കെ, പുളി കൂടിയാൽ ശർക്കര ഇടാം ഇച്ചിരി. അതാണ് അതിൻ്റെ ഒരു മറുമരുന്ന്. ഇനി ഇത് അരയ്ക്കണ്ടേ? അരച്ചിട്ട് വരാം. ഇപ്പോൾ തൈരെല്ലാം വറ്റണം എന്നാണ് പറയുന്നത്. ആ ഒഴിച്ച തൈരെല്ലാം വറ്റി ഡ്രൈ ആയി. ഇനി ആ അരപ്പ് ചേർക്കാൻ പോകുന്നു. അപ്പോൾ ഇനി അരപ്പും കൂടി ഇട്ടിങ്ങനെ ഇളക്കുകയാണ്, അല്ലാതെ പിന്നെ വെള്ളമൊന്നും ഒഴിക്കില്ല. കുറച്ച് ഡ്രൈ ആയിട്ടാണ്. ഇനി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ട് ഫിനിഷിംഗ് ആണ്. അത്രേ ഉള്ളൂ. കുറച്ച് ഡ്രൈ ടൈപ്പാണ്, ഒരു വാട്ടറി ടൈപ്പല്ല, കുഴഞ്ഞിരിക്കുന്നതല്ല, ഇങ്ങനെയാണ് അതിൻ്റെ രീതി. ഇനി പച്ച വെളിച്ചെണ്ണ. ഓക്കെ, പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം, 2-2.5 ടേബിൾ. ഓക്കെ, അതാണ് അതിൻ്റെ ടേസ്റ്റ് അല്ലേ. കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇടും. കഴിഞ്ഞു അല്ലേ. അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് വാട്ടറി ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ തിളയ്ക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ പറയും. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു വിഷയം വരുന്നില്ല. ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അല്ലേ. ചാറ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുഴഞ്ഞിരിക്കുന്ന പോലെ ആണെങ്കിൽ വെള്ളം അല്ല തൈരൊക്കെ വറ്റുന്നതിന് മുന്നേ തന്നെ ഇത്ര വറ്റിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് അരപ്പിടും. പക്ഷേ ഇതങ്ങനെയല്ല, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ഷേപ്പ്, ടെക്സ്ചർ, ആ ഒരു കൺസിസ്റ്റൻസി എല്ലാം. അപ്പോൾ കറക്റ്റ്. ഇവിടെ രാവിലെ 9 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ സദ്യ ആകുന്നു, 9-10 മണിക്ക്. അത് വൈകുന്നേരം 3 മണി വരെ കൊടുക്കണമെങ്കിൽ ഒട്ടും ചളിക്കാൻ പാടില്ല. അപ്പോൾ ഈ തൈരിങ്ങനെ വറ്റി ഉണ്ടാക്കുമ്പോൾ ഒട്ടും ചീത്താറില്ല അല്ലേ. കുറുക്കുന്നുണ്ട്. അതെ, ഈട് നിൽക്കും. കുറേ സമയം നിന്നാലും കേടാറില്ല. ഓക്കെ, ഇനി ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ, പറയാവേ. വെള്ള അവിയൽ, പാലക്കാട് സ്റ്റൈൽ. വെരി ടേസ്റ്റ്. തൈരൊക്കെ കൂടുതൽ ഒഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവറും അല്ല, എക്സാക്ട്ലി കറക്റ്റാണ്. ജീരകം ചേർക്കില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളി, പച്ചമുളക്, തേങ്ങ, തൈരാണ് ഉപയോഗിക്കുന്നത്. തൈര് നമ്മൾ ട്രിവാൻഡ്രം കായൊക്കെ ചേർക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചേർക്കും. ആൻഡ് ഏത്തക്ക ഇടുന്നില്ല, പച്ച ഏത്തക്ക. തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ ഏത്തക്ക ഇടും. ഞങ്ങളൊക്കെ ഇടും ട്രിവാൻഡ്രം സൈഡിൽ. പക്ഷേ പുഴയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇതൊരു വേറെ സ്റ്റൈലാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ. എക്സലൻറ്റ്, വളരെ നന്നായിരിക്കുന്നു കേട്ടോ. ഇനി സ്റ്റൂ ഉണ്ടാക്കാം. ഇനി അടുത്തത് സ്റ്റൂ ആണ്. ഈ സ്റ്റൂ എന്നാണ് പറയുന്നത് ഇവിടെ അല്ലേ. സ്റ്റൂ ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് സ്റ്റൂ. അതും സദ്യയുടെ ഇലയിൽ വിളമ്പുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാൻ പോകണം. അതായത് പൊട്ടറ്റോ സ്റ്റൂ ആണ്. സ്റ്റൂ എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ ഒരു ഇമ്പം ഉണ്ടല്ലേ, കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എനിക്കത് ഇഷ്ടമായി. അപ്പോൾ അതിനിപ്പോൾ ഇത് എത്ര ഉരുളക്കിഴങ്ങാ? 2 വലുത്, 2 വലുതല്ലേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഉരുളക്കിഴങ്ങ് 2 എടുത്തു. സവാള എത്ര എടുത്തേ? 1.5 സവാള ചെറുതായി അരിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഒരു 5 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്. പച്ചമുളക് സ്പ്ലിറ്റായിട്ട്, കറിവേപ്പിലുണ്ട്, ഉപ്പുണ്ട്, വെള്ളമുണ്ട്, നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് കൊടുത്തു വിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി തുടങ്ങാം. പാത്രം ചൂടായിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്, കഴുകിയിട്ട്. ചെറിയ ക്യൂബ്സാണ്, ഒരുപാട് വലിയ ക്യൂബ്സ് അല്ല. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ചേർത്തിട്ട് വേവിക്കുന്നു. നല്ല ചൂടാണ് ഈ കിച്ചണിൽ. അതിൻ്റെ കൂടെ ക്യാമറയുടെ ലൈറ്റ്സും എല്ലാം കൂടി വരുമ്പോൾ സൂപ്പർ ചൂടല്ലേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കുന്നു. ഉപ്പ് പൊടിയാണിത്, ഇത് വേകാനായിട്ട് അല്ലേ. ഓക്കെ, ഇത് വേഗട്ടെ. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യാണ്. പാലെടുക്കാം. തേങ്ങാപ്പാലെടുത്തിട്ട് കുറച്ച് ലൂസായിട്ടല്ല കേട്ടോ, നല്ല കട്ടിക്കാണ് ഉണ്ടാക്കണം, ഇലയിൽ വിളമ്പാനല്ലേ, അതനുസരിച്ചിട്ട്. അതെ, അപ്പോൾ ഈ സ്റ്റൂവിൻ്റെ ഉരുളക്കിഴങ്ങെല്ലാം എന്താ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. പക്ഷെ ചെറുതായി ഒന്ന് ഉടയ്ക്കണം അല്ലേ. സാധാരണ ഇപ്പോൾ അപ്പത്തിനൊക്കെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ കുറേ ചാറ് പോലെ വേണ്ടേ, കറി ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അത് അല്ലാണ്ട് കുറച്ച് ഉടഞ്ഞ് കിടന്നോളൂ. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് ഉടച്ചിട്ട് പീസസിൻ്റെ വലിപ്പവും വ്യത്യാസമുണ്ടല്ലോ. കുറുമയ്ക്കൊക്കെ അരിയുന്ന പോലെയാണ് അരിഞ്ഞിരിക്കുന്നത്, കുഞ്ഞിതായിട്ട്. ഇനി കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒഴിക്കുക അല്ലേ, കട്ടി തേങ്ങാപ്പാൽ. ഇത് ഇലയിൽ വെച്ച് വിളമ്പുന്നതല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഉടച്ചിട്ട് കട്ടി തേങ്ങാപ്പാൽ. കവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ കൊട്ടി.
അപ്പോൾ ആ ഒരു കൊഴുപ്പ് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ വേറിട്ട് നിൽക്കില്ല. പാല് ആവശ്യാനുസരണം ഒഴിച്ചോളൂ. പോരെ? അയ്യാ മതി മതി. ദേ ഇസ്റ്റുവിൻ്റെ സ്റ്റേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അവിയലിലാണെങ്കിലും തീ ഓഫ് ചെയ്തിട്ടാണ് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇടുന്നത്. പിന്നെ അവിയലിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇപ്പം ഇച്ചിരി ഡ്രൈ ആക്കി കാണിച്ചതെന്താ വെച്ചാൽ അത് ഇരുന്നാൽ കേടാകാണ്ട് ഇരിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ അത്ര ഡ്രൈ ആക്കണം എന്നില്ല, ഇച്ചിരി കൂടെ ഗ്രേവി ആയിട്ട് അത്രയും വറ്റാതെ അതിന് മുന്നേ തന്നെ അരപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. ദേ സ്റ്റൂ ഇസ് റെഡി. ഇങ്ങനെ ഇളക്കി ചൂടാക്കുകയാണ്. അത് പിരിഞ്ഞു പോകുന്നില്ല, പിരിഞ്ഞൊന്നും പോവില്ല അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ. തീ ഓഫ് ചെയ്യണു. ഇനി വെച്ച വെളിച്ചെണ്ണ കറിവേപ്പില 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ വെച്ച വെളിച്ചെണ്ണയും. അതാണ് അതിൻ്റെ സ്വാദ് കേട്ടോ. ഫ്രഷ് കറി ലീവ്സ്. അതാദ്യം ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് ഇളക്കാം അല്ലേ. അങ്ങനെ ഒരു അടിപൊളി സ്റ്റൂ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നാരായണൻകുട്ടി ചേട്ടനും ആൻഡ് ശശികുമാർ. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങൾ കാണുകയാണ്, ഇവരുടെയൊക്കെ കൈപ്പുണ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ. അതിനെക്കാട്ടും മുന്നേ ഉണ്ടാവും, ഇവിടെ വന്നിട്ട് 30 years, അതിനും മേലെ ഉണ്ടാവും അല്ലേ. ഉണ്ട്. പിന്നെ പാർത്ഥസാരഥി അവിടെ എവിടെ? കൂടല്ലൂർ. അദ്ദേഹം എന്താണ്? അദ്ദേഹമാണോ? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പ്രധാന ആളാണ്. പാലടയുടെയൊക്കെ ഒരു മെയിൻ ആളാണ് പാർത്ഥസാരഥി. അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു പണ്ട് 30 years ബാക്ക്. ഇപ്പോൾ ഇവിടെ ശശികുമാർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷം? 28 വർഷമായോ? അത് ശരി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയല്ലോ ഒരുപാട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ കണ്ടാൽ തോന്നില്ല കേട്ടോ, വളരെ ചെറുപ്പമായിട്ടിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആളാണെന്ന്. ഓക്കെ, എന്തായാലും ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ സ്റ്റൂവും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ഇഞ്ചിയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ്. തേങ്ങാപ്പാലിൽ വേവിച്ചാൽ ഒരു വേറെ ടേസ്റ്റ് തന്നെയല്ലേ. നന്നായിട്ടുണ്ട്, അടിപൊളി. സാധാരണ സ്റ്റൂ ഒക്കെ അപ്പം, ഇടിയപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കഴിക്കാറ്, ചപ്പാത്തിക്ക് സൈഡ് ഡിഷ്. പക്ഷേ ഇവിടെ എല്ലാം സദ്യയിലും സ്റ്റൂ വിളമ്പും. ട്രിവാൻഡ്രം സൈഡിൽ അധികം ഇല്ല, കുറവാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് വരുന്നത്. പാലക്കാട് സൈഡ്. തൃശ്ശൂരുണ്ടോ? തൃശ്ശൂരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഓണം സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തീർന്നിട്ടില്ല. സ്റ്റേ ട്യൂൺ ടു LN വ്ളോഗ്സ്. നാളെയും ഉണ്ട് പാലക്കാടൻ സദ്യ വിശേഷങ്ങൾ. ഇവർ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടാകും, പുതിയ 2 ഐറ്റം. അപ്പോൾ അതുവരെ ബൈ. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.